ഒഴിച്ച് കറിയോരോന്നായി വിളമ്പ് കുന്നല്ലരിയുടെ ചോറിൽ നറുനെയ്യൊരു തുള്ളി ഒഴിച്ച് നന്നായി വെന്ത ഇത് നമുക്ക് ബീഫും കൂർക്കയും കൂടിയിട്ട് കറി വെക്കുന്നതിന് നോക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് കൂർക്കയുടെ നല്ല സമയമാണ്. അപ്പൊ നല്ല നെയ്യുള്ള ബീഫിൽ കൂർക്ക ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പോണ കൂർക്ക ചെറുതായിട്ട് വേവിച്ചേക്കണം കൂർക്കയാണ്. കാരണം ഞങ്ങൾക്കൊന്നും ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക കിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ കൂർക്ക ചെറുതായിട്ട് വേവിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഫ്രോസൺ കൂർക്കയാണെന്നുണ്ടെങ്കിലും ആ കൂർക്ക ഇതേപോലെ ചെറുതായിട്ട് വേവിച്ച കൂർക്കയായിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനത്തെ കൂർക്കയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളതെന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഫ്രോസൺ കൂർക്ക എടുക്കുക. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കൂർക്കയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പണിയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് സാധാരണ കൂർക്ക എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കൂർക്ക നന്നായിട്ട് കഴുകിയിട്ട് കൂർക്കയുടെ മണ്ണൊക്കെ കളയും. അത് കഴിഞ്ഞിട്ട് ചാക്കിൽ കൂർക്ക ഇട്ടിട്ട് ആ ചാക്കിന്റെ 4 സൈഡ് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് തളർത്തിയിട്ടിട്ട് ഒന്ന് കൊട്ടി കൊട്ടി കൊടുക്കും. ഡ്രസ്സൊക്കെ തിരുമണം പോലെ നല്ല മുറുക്കി കൊട്ടരുത്. അങ്ങനെ കൊട്ടിയിട്ട് ഈ കൂർക്ക ചതഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് അത് ഒന്നുകൂടി ഒന്ന് കഴുകി വാരി എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തൊട്ട് നമ്മൾ കത്തി കൊണ്ട് കളഞ്ഞിട്ടെടുക്കും. ഇപ്പൊ കേരളത്തിന് പുറത്തേക്ക് താമസിക്കുന്നവർക്കാണെങ്കിൽ ഇതേപോലെ ചാക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പഴയ തോർത്തുമുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തോർത്തുമുണ്ടിൽ ഇതേപോലെ ഇങ്ങനെ കൂർക്ക ആദ്യം കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് തോർത്തുമുണ്ടിലേക്ക് കൂർക്കിടുക. അത് കഴിഞ്ഞിട്ട് തോർത്തുമുണ്ടിന്റെ 4 സൈഡ് ഒന്ന് കൂട്ടി പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ കൊട്ടി കൊട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് ആ കത്തി കൊണ്ട് ബാക്കിയുള്ള തൊണ്ട് കളയാം. അപ്പൊ ഇതേപോലെ ഇങ്ങനെ കൊട്ടിയിട്ട് എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യം കൂർക്ക നന്നായിട്ട് കഴുകിയിട്ട് കൂർക്കയുടെ മണ്ണ് കളയണം. അല്ലെങ്കിൽ കൂർക്കയിലേക്ക് ചെറിയ ചെറിയ തരി മണ്ണുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ കൊട്ടിയെടുക്കുന്ന സമയത്ത് ആ കൂർക്കയുടെ ഉള്ളിലേക്ക് ആ മണ്ണ് കയറും. പിന്നെ നമ്മൾ കൂർക്ക എത്ര ക്ലീൻ ചെയ്തെടുത്താലും ആ മണ്ണ് കൂർക്കയുടെ ഉള്ളിൽ നിന്ന് പോകില്ല. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് തോർത്തുമുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ സാധാരണ കുത്തിരിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്ന കവറിലിട്ടാലും മതി. പക്ഷെ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ ഇട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് എപ്പോഴും കോട്ടന്റെ. ഇപ്പൊ തോർത്തുമുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കോട്ടന്റെ എന്ത് ടൈപ്പ് തുണിയായിരുന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പ്ലാസ്റ്റിക്കിന്റെ ഓട്ടയുള്ള തൊട്ടിയിടുക. എന്നിട്ട് ആ തൊട്ടിയിലിട്ടിട്ട് കൂർക്ക ആദ്യം നന്നായിട്ട് കഴുകുക. ടാപ്പിന്റെ അടിയിൽ തന്നെ വെക്കാം. എന്നിട്ട് വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുക. നന്നായിട്ട് മണ്ണ് കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ മുകളില് ആ കൂർക്കയുടെ മുകളില് ഒരു തുണിയിടുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ തുറന്നു വിടുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക. അപ്പോൾ ആ തൊട്ടിയുടെ ഓട്ടയമ്മേനെ തട്ടിയിട്ട് ആ തൊണ്ട് പെട്ടെന്ന് പോകും. പിന്നെ മുകളിൽ അങ്ങനെ കോട്ടന്റെ തുണി ഇട്ടിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുമ്പോൾ ആ മുകളിൽ നിന്നും തൊണ്ട് പോകും. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ആകുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക കിട്ടും. അപ്പൊ അതിന്റെ തൊണ്ട് പെട്ടെന്ന് പോകും. പക്ഷെ ഇപ്പൊ പുറത്തേക്ക് താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക കിട്ടില്ല. അപ്പൊ അതിന്റെ തൊണ്ടൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പൊ അതിന് ഡ്രൈ ആയിട്ടിരിക്കാൻ തന്നെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂർക്ക നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പൊ ആ തൊണ്ടൊക്കെ ഒന്ന് കുതിർന്ന് വരും. അല്ലെങ്കിൽ നല്ല ഉണങ്ങിയിരിക്കുന്ന കൂർക്ക നമ്മളിങ്ങനെ കൊട്ടിയാലും അതിന്റെ തൊണ്ട അങ്ങനെ അത്രയ്ക്ക് പെട്ടെന്ന് പോകില്ല. പിന്നെ കൂർക്ക നന്നാക്കി കഴിഞ്ഞാലും നിങ്ങൾ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കരുത്. കൂർക്ക നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇടണം, കറ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്രയും വേഗം കറി വെക്കണം. കാരണം കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂർക്കയുടെ ഉള്ളിലേക്ക് വെള്ളം കയറും. കൂർക്ക കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാന്ന്. ഇനി ബീഫും കൂർക്കയും കൂടിയിട്ട് ഉലർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നിങ്ങൾ എടുക്കുമ്പോൾ നെയ്യുള്ള ബീഫാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഞാനിവിടെ ഒരുവിധം നല്ല ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കൂർക്കയാണ്. കൂർക്കയും ഞാനിവിടെ 1/2 കിലോ കൂർക്കയാണ് എടുത്തേക്കുന്നത്. ഇനി ഫസ്റ്റ് ബീഫ് വേവിച്ചിട്ട് എടുക്കണം. ബീഫിൻ്റെ ഒപ്പം തന്നെ കൂർക്ക ചേർക്കരുത്. കാരണം കൂർക്കയ്ക്ക് വേവ് വളരെ കുറവാണ്. അപ്പോൾ ബീഫ് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള ഒരു 6 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ പൊടി വേണം. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഫസ്റ്റ് ബീഫ് വേവിച്ചിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കൂർക്ക ചേർക്കും. അത് കഴിഞ്ഞിട്ട് കൂർക്കയും കൂടിയിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ട് കൂർക്കയും ബീഫും വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഉലർത്തിയെടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചിട്ട് എടുക്കണം. പിന്നെ ഒരു മീഡിയം സവോള ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കണം മസാലപ്പൊടികളൊക്കെ ചേർക്കണം. മഞ്ഞൾപ്പൊടി വേണം, മുളകിൻ്റെ പൊടി വേണം, മല്ലിപ്പൊടി വേണം, കുരുമുളകിൻ്റെ പൊടി വേണം, ഗരം മസാല വേണം. പിന്നെ ബീഫ് ആയതാണ് നിങ്ങൾ ഏറ്റവും വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുക. അപ്പം എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കണ്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ബീഫ് ചേർക്കാം. പച്ചമുളക് ചേർക്കാം. ഇഞ്ചി ചതച്ചത് ചേർക്കാം. ഇഞ്ചി ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം, മഞ്ഞൾപ്പൊടിയും ചേർക്കാം, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അത് ഏറ്റവും നിങ്ങൾ ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീഫൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പും രണ്ടാമതും ചേർത്താൽ മതി. നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലും ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർക്കാം. സാധാരണ ഇപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചിട്ട് എടുക്കുമ്പോൾ വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ ഇപ്പോൾ വീടുകളിലേക്ക് ബീഫ് വേവിച്ചിട്ട് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് കഴുകി കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ കുക്കറിലേക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് തീ ഓണാക്കും. തീ ഓണാക്കി കഴിഞ്ഞ വഴിക്ക് തന്നെ അപ്പം തന്നെ കുക്കർ വിസിലിട്ടിട്ട് അടച്ച് മൂടി വെക്കില്ല. വിസിൽ ഒന്നും ഇടാണ്ട് ജസ്റ്റ് കുക്കറൊന്ന് മൂടി വെക്കും. അത് കഴിഞ്ഞിട്ട് ബീഫ് ഒരിത് നന്നായിട്ട് ചൂടായി വരുംതോറും ഈ ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്ക് തീ കൂട്ടിയും ഇടയ്ക്ക് തീ കുറച്ചും വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇളക്കിയിട്ട് ബീഫ് ഒരിത് നന്നായിട്ടൊന്ന് ചൂടാക്കി ആയി കഴിയുമ്പോഴേക്കും ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ വരും. അങ്ങനെ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമാണ് കുക്കർ ശരിക്കും വിസിലിട്ടിട്ട് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു തീ കുറച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്കിപ്പോൾ കൂർക്കയും കൂടി ഇട്ടിട്ട് വേവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇപ്പോൾ നിങ്ങൾ ബീഫ് ഇപ്പോൾ ഏറ്റവും അധികമായിട്ടാണ് വേവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വെള്ളം ചേർക്കാണ്ട് വേവിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ വെള്ളം കൂടുതൽ പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുക്കർ തുറന്ന് വെച്ചിട്ട് ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ബീഫൊക്കെ എങ്ങനത്തെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബ്രോയിലർ ചിക്കൻ കിട്ടുന്ന പോലത്തെ ബീഫായിരിക്കും. അപ്പോൾ സാധാരണ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കിട്ടുന്ന ബീഫ് നമുക്ക് ശരിക്കും വെന്ത് കിട്ടും. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റെങ്കിലും വേവിക്കണം. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. ഈ ബീഫ് വേവുമ്പോഴേക്കും ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിവിടെ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് വേവണ ബീഫായതുകൊണ്ട് ഞാനിവിടെ ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രമേ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവൻ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറക്കാം. ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബീഫ് എങ്ങനെ വെന്തുന്ന് എങ്ങനെയാണ് അറിയാമെന്നുള്ളത്. ഇതേപോലെ ഒരു കഷ്ണം ബീഫ് എടുത്തിട്ട് ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ അതിങ്ങനെ കാണിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരും വെന്തിട്ടുണ്ടെങ്കിൽ. ഇതിലേക്ക് കൂർക്ക ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതേപോലത്തെ ചെറിയ ടൈപ്പുള്ള കൂർക്ക ഉണ്ടാവും. അങ്ങനത്തെ കൂർക്കയൊക്കെ ആണെങ്കിൽ പിന്നെ അതിനെ ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ ടൈപ്പ് കൂർക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു 2 അല്ലെങ്കിൽ 4 ആയിട്ട് കട്ട് ചെയ്തിട്ടിടുക. ഇതിലേക്ക് കൂർക്ക ചേർക്കാം. കാരണം നമ്മൾ കൂർക്കയൊക്കെയും തോരൻ വെക്കാൻ എടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കും. പക്ഷേ ഇതേപോലെ ഇങ്ങനെ ബീഫിൽ കൂർക്കയിട്ടിട്ട് വെക്കുമ്പോൾ അത്രയ്ക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ അത് ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പും കൂടിയും ചേർക്കാം. ഇനി തീ ഓണാക്കാം. അപ്പോൾ കൂർക്ക ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കുക്കർ നന്നായിട്ട് അടച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂർക്ക പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് പോകും. അപ്പോൾ കൂർക്ക ഒരു ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് വേവണം. അപ്പോഴായിരിക്കും ആ കൂർക്കയുടെ ഉള്ളിലേക്ക് ഈ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ ശരിക്കും കിട്ടുക. അപ്പോൾ ഒന്നല്ലെങ്കിൽ വേറൊരു സെപ്പറേറ്റ് ഒരു മൂടി വെച്ചിട്ട് ഈ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ കറിയൊക്കെ മൂടി വയ്ക്കുന്ന പോലെ മൂടി വയ്ക്കുക. അല്ലെങ്കിൽ ഈ കുക്കറിൻ്റെ അടപ്പനെ ഇട്ടിട്ട് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. ഇതിങ്ങനെ ലോക്കൊന്നും ചെയ്യണ്ട, ഇതേപോലെ ഇങ്ങനെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഈ കൂർക്കയ്ക്ക് വെന്തതിൻ്റെ. അപ്പോൾ ഇതിനകത്ത് കൂർക്കയ്ക്ക് വെന്തിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യുക. ഇതിനകത്ത് ചെറുതായിട്ട് ഇതിനകത്ത് ഇപ്പോഴും ചാറുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. അത് കറി വളുത്തുമ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് ഒരു ചാറ് വേണം. അപ്പോഴായിരിക്കും ആ മസാല ഒന്നും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുക. ഈ തീ ഓഫ് ചെയ്യുക. ഈ കറി ഉലർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. ഈ കറി നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ ഉലർത്തിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ എടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. അത് കടുക് ചേർക്കുന്നതിന് കറക്റ്റായിട്ടൊരു അളവൊന്നുമില്ല, ഏകദേശം കുറച്ചിട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. അത് ഇപ്പോൾ കടുക് സാധാരണ ഇതേപോലെ ഇങ്ങനെ ഉലർത്തിയിട്ട് എടുക്കുമ്പോൾ സാധാരണ കടുക് ചേർക്കാറില്ല. നിങ്ങൾക്ക് കടുക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്.
അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളി ചേർക്കാം, സവോളയും ചേർക്കാം. ഇഞ്ചി നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ കറി ഇതേപോലെ ഇങ്ങനെ മുളക് ഇടുന്ന സമയത്ത് അതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചി ചേർത്താലും മതി. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ചതച്ചിട്ട് ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചുവന്നുള്ളിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 വലിയ ചുവന്നുള്ളി ചതച്ചിട്ട് ചേർക്കാം. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ചതച്ചിട്ട് ചേർത്താൽ മതി. ഞങ്ങൾക്ക് ഇവിടെ ചില സമയത്ത് അങ്ങനെ ചുവന്നുള്ളിയും അങ്ങനെ കറിവേപ്പിലയൊന്നും ചില സമയത്ത് കിട്ടില്ല. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ചേർക്കണം. ശരിക്കും നമ്മുടെ നാടൻ കറികൾക്കൊക്കെയും കറിവേപ്പിലയായിരുന്നാലും സവോളേനേക്കാളും എപ്പോഴും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ചുവന്നുള്ളിയും. ഇപ്പോൾ വെളുത്തുള്ളിയും സവോളയൊക്കെയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ മഞ്ഞൾപ്പൊടി മുരിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും എല്ലാ മസാലപ്പൊടികളിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിയൊക്കെ ആയിരുന്നാലും നിങ്ങൾ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് എടുക്കുക വീട്ടിൽ. ഞാൻ സാധാരണ മല്ലി ഫ്രഷായിട്ട് പൊടിച്ചിട്ട് എടുക്കുമ്പോൾ ചൂടൊന്നും ആക്കുമൊന്നുമില്ല, മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഞാനിവിടെ ഇടാൻ വേണ്ടിയിട്ട് പോണ മല്ലിപ്പൊടി ഞാനിപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചെടുത്തത്, അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് തന്നെ വയ്ക്കാം. ഈ മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. ഈ മസാലപ്പൊടികൾ കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് മുരിയാൻ വേണം. അത് ഇപ്പോൾ മുരിഞ്ഞത് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തീ കുറച്ചിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും, ആ പച്ചമല്ലിയുടെ സ്മെല്ല് പോയിട്ടുണ്ടാവും. അപ്പോൾ മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് മുളകിൻ്റെ പൊടി കുറച്ചേ ചേർക്കണുള്ളൂ, കാരണം ബീഫ് വേവിച്ചിട്ട് എടുത്തപ്പോൾ നമ്മൾ അതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് പച്ചമുളകും കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുരുമുളകിൻ്റെ പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തില്ല, ഒരു 1/4 ടേബിൾ സ്പൂണിന് 1/2 ടേബിൾ സ്പൂണിന് ഇടയ്ക്കുള്ള മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ എൻ്റെ മുളക് പൊടിക്കാണെങ്കിൽ തീരെ എരിവ് കുറവാണ്. ഇനി ഞാനിതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുരുമുളകിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ മുളകിൻ്റെ പൊടിയായിരുന്നാലും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ആയിരുന്നാലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കും. കുരുമുളകിൻ്റെ പൊടി ഞാൻ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിലേക്ക് വേവിച്ച് വെച്ചേക്കണം ബീഫും കൂർക്കയും കൂടിയിട്ട് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. ഇത് ഓൾറെഡി വേവിച്ച കൂർക്ക ആയതുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക ചേർക്കുമ്പോൾ ഇതേപോലെ വെന്ത് ഉടഞ്ഞ് പോകാണ്ട് നോക്കണം. വെന്ത് ഉടഞ്ഞ് പോകാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിനകത്ത് ചില കൂർക്കയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മസാലയൊക്കെ ഈ കൂർക്കയുടെ ഉള്ളിലും ഈ ബീഫിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യാം. ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ബീഫും കൂർക്കയും കൂടിയിട്ട് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്.